പിങ്ഷുവിനെതിരായി ഫൈറ്റ് ചെയ്ത ഡീമൻസ് നിസ്സാരക്കാരല്ല എന്ന് ഡീമൻ വാലിയുടെ മാപ്പിലൂടെ പിയാനും മനസ്സിലാവുന്നുണ്ട്. പിങ്ഷുവിൻ്റെ സൈനികർ തൽക്കാലം പിൻവാങ്ങിയെങ്കിലും ഡീമൻ വാലിക്ക് അടുത്ത് തന്നെയായി അവർ തമ്പടിച്ചിരിക്കുകയാണ്. ഹോങ്ങിയെ മാത്രം കൊല്ലാനായി വന്നിട്ട് ഇപ്പോൾ അവനേക്കാൾ ശക്തരായ 3 ഡീമൻസിനെ കൂടി നേരിടേണ്ടി വന്നത് കാരണം ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾ എങ്ങനെ വേണമെന്നറിയാതെ പിങ്ഷുവിൻ്റെ അസിസ്റ്റൻറ്റും അവരുടെ കൂടെയുള്ളവരുമൊക്കെ കൺഫ്യൂഷനായി നിൽക്കുമ്പോഴാണ് ഹേവു അങ്ങോട്ടേക്ക് എത്തുന്നത്. മുമ്പ് അസിസ്റ്റന്റ് ഹേവുവിന് പണി കൊടുത്തത് കാരണം അയാൾക്കിപ്പോൾ അവന് വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ പകരം വീട്ടാൻ വന്നതായിരിക്കും എന്ന് കരുതി അസിസ്റ്റന്റിനെ അവന് കൂട്ടരും കൂടി അറ്റാക്ക് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. പക്ഷേ താൻ അവരെ ദ്രോഹിക്കാൻ വന്നതല്ല, അവരെ സഹായിക്കാൻ വന്നതാണ്. അവരുടെ കൂടെ നിന്നാൽ മാത്രമേ തൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ബോധ്യപ്പെട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഹേവു അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ബിങ്ഷു അകത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബിങ്ഷു അവനെ സംസാരിക്കാനായിട്ട് അകത്തേക്ക് വിളിപ്പിക്കുന്നു. പുതിയതായി വന്നിരിക്കുന്ന ഡീമൻസ് ആരാണ് എന്നുള്ള വിവരമൊക്കെ നൽകാം എന്ന് പറഞ്ഞ് ഹേവു ബിങ്ഷുവിൻ്റെ വിശ്വാസം പിടിച്ചു പറ്റുന്നുണ്ട്. എന്നിട്ട് ആ ഡീമൻസിന് മുമ്പ് സീൽ ചെയ്തിരുന്ന സ്ഥലത്തേക്ക് ബിങ്ഷുവിനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ എല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഹോങ്ങിയാണ് അവരെ ആ 10,000 വർഷങ്ങളായിട്ടുള്ള തടവിൽ നിന്ന് സ്വതന്ത്രമാക്കിയതെന്നും അവർക്ക് കാവലായി ഉണ്ടായിരുന്ന ടർട്ടിൽ ഡീമനെ കൊന്നതെന്നുമൊക്കെ കള്ളം പറയുന്നുണ്ട്. ബിങ്ഷുവിന് പക്ഷേ അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഇനി അവൻ പറയുന്നത് പോലെ ഹോങ്ങിയെ തന്നെയാണ് അവരെ സ്വതന്ത്രമാക്കിയതെങ്കിലും അവരെ 3 പേരെയും ഒരേപോലെ കൺട്രോളിൽ നിർത്താൻ ഹോങ്ങിക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ ബിങ്ഷു സംശയം പ്രകടിപ്പിക്കുന്നു. ഷാവോ ആണ് അതിന് കാരണക്കാരിയെന്ന് ഹേവു പറയുന്നുണ്ട്. അവൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അവർ 3 പേരും അവളുടെ താളത്തിനൊത്ത് തുള്ളുകയായിരുന്നു. ഹോങ്ങിയെ ഈ അവസരം നന്നായി മുതലെടുത്ത് അവളെ കൊണ്ട് അവരെ കൺട്രോൾ ചെയ്യിച്ചിരിക്കാനാണ് സാധ്യത എന്ന് ഹേവു പറയുന്നുണ്ട്. ഷാവോയ്ക്ക് അത്രയ്ക്ക് പവറുണ്ട് എന്നുള്ള കാര്യത്തിൽ ബിങ്ഷുവിന് സംശയമുണ്ട്. മാത്രമല്ല ഷാവോയെ ഉപദ്രവിക്കാൻ അവനൊട്ട് താല്പര്യവുമില്ല. പക്ഷേ അവൻ്റെ ഉള്ളിലൂടെ ഇതെല്ലാം കേൾക്കുകയായിരുന്ന പിയാൻ അവൻ്റെ ഈ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയതുപോലെ ഇപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ് കോർണർ ഒന്നും ഉണ്ടാകുന്നത് ഒട്ടും നല്ലതല്ല. ആ 3 ഡീമൻസിൻ്റെയും അതേപോലെ തന്നെ ഹോങ്ങിയുടെയും വീക്ക്നെസ് ഷാവോ ആയതുകൊണ്ട് തന്നെ അവരെ തോൽപ്പിക്കണമെങ്കിൽ അവളെ തന്നെ നശിപ്പിക്കുകയാണ് തങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും നല്ല വഴി എന്ന് അവനോട് പറയുന്നുണ്ട്. കാരണം ആ ഡീമൻസിനല്ലാതെ നേരിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. അവരെ ഓരോരുത്തരെയായി എങ്ങനെയെങ്കിലും നശിപ്പിക്കുക മാത്രമാണ് അവന് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പിയാൻ പറയുന്നുണ്ട്. പിയാൻ ബിങ്ഷുവുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൾക്ക് പെട്ടെന്ന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ബിങ്ഷുവിനും അത് അറിയാൻ സാധിക്കുന്നു. പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. അവൾ തളർന്നു വീഴുന്നത് കണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്ന ഒരു ജോലിക്കാരി അടുത്തേക്ക് ചെല്ലുന്നു. അവളെ കണ്ടപ്പോൾ പെട്ടെന്ന് കുറച്ച് ബ്ലഡ് കുടിക്കാനുള്ള ഒരു ടെൻഡൻസി പിയാൻ ഉണ്ടാവുന്നുണ്ട്. അത് മനസ്സിലായ ജോലിക്കാരി തൻ്റെ ഹെയർ പിൻ ഊരിയിട്ട് കയ്യിലൊരു മുറിവുണ്ടാക്കി ആ ബ്ലഡ് കുടിച്ചോളാൻ അവളോട് പറയുന്നു. പിയാൻ അതിനായി അടുക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ബോധം വന്നതുപോലെ അവളെ തട്ടി ദൂരേക്ക് എറിയുന്നു. എന്നിട്ട് താൻ ഒരിക്കലും ആ ഡ്രീം ദേവതയെ പോലെ ആവില്ല എന്ന് സ്വയം പറയുന്നുണ്ട്. പിയാന് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായ ബിങ്ഷു അപ്പോൾ തന്നെ തലസ്ഥാന നഗരിയിലേക്ക് തിരികെ പോകാനായി തയ്യാറെടുക്കുന്നു. ഹേവുവിനോട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവൻ തിരികെ പോയി കഴിഞ്ഞാൽ യുദ്ധം എങ്ങും എത്തില്ലല്ലോ. അതുകൊണ്ട് ഹേവുവിനെ വിടാതിരിക്കാനായി ശ്രമിക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് പിയാൻ വീണ്ടും ബിങ്ഷുവിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം യുദ്ധം വിജയിക്കുകയാണ്, അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കാനാണ് അവളും അവനോട് പറയുന്നത്. അവൾക്ക് എന്താണ് കുഴപ്പമെന്നൊക്കെ ബിങ്ഷു ചോദിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചൊന്നുമില്ല. പഴയ ഡ്രീം ദേവത ഇപ്പോഴും എങ്ങും പോയിട്ടില്ല, എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, എന്നെ മുഴുവനായി വിഴുങ്ങാനായി ആഗ്രഹിക്കുകയാണ് എന്നൊക്കെ ഈയിടെയായിട്ട് എനിക്കൊരു തോന്നലുണ്ടാകുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ആ ഡ്രീം ദേവത ചെയ്തതുപോലെ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് എൻ്റെ ജീവൻ നിലനിർത്തില്ല. അങ്ങനെ ചെയ്താൽ നീ എന്നെ മോശമായി കാണുമെന്ന് എനിക്കറിയാം എന്നൊക്കെ പിയാൻ അവനോട് പറയുന്നു. പിയാൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് ബിങ്ഷുവിന് നല്ല വിഷമം ഫീൽ ചെയ്യുന്നുണ്ട്. തനിക്ക് ഇനി അധികകാലമൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പിയാൻ അറിയാം. അതുകൊണ്ട് തന്നെ അവൾ ബിങ്ഷുവിനോട് 3 ആഗ്രഹങ്ങൾ സാധിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ബിങ്ഷു സമ്മതിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ ആഗ്രഹമായിട്ട് അവൾ പറഞ്ഞത് ബിങ്ഷു മുമ്പ് ടാനർക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നത് പോലെയുള്ള തടി കൊണ്ടുള്ള ഒരു പ്രതിമ ഉണ്ടാക്കി കൊടുക്കുമോ എന്നാണ്. അവൻ ആദ്യം അവളെ കണ്ട രൂപത്തിൽ വേണം അതുണ്ടാക്കാനെന്നും അവൾ ആവശ്യപ്പെടുന്നുണ്ട്. ബിങ്ഷു അത് സമ്മതിക്കുന്നു. രണ്ടാമത്തെ ആഗ്രഹം എന്താണ് എന്ന് പിയാൻ ഇപ്പോൾ പറയുന്നില്ല, പിന്നീട് ആലോചിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞോളാമെന്നാണ് അവൾ പറയുന്നത്. ഷാവോ ഈ സമയം ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മൈനർ ഡീമൻസിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ സംസ്കരിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട ഒരു ബേഡ് ഡീമൻ്റെ ബോഡി മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അതിന് മുകളിലായി ഉണങ്ങിപ്പോവാറായ ഒരു ചെടി കൊണ്ടുവച്ച് അതിനെ അവൾ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ആ ബേഡ് ഡീമൻ്റെ തിരികെ ജീവിതത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ള രീതിയിലാണ് ഷാവോ ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന ഓഹൻ അവളെ വിമർശിക്കുന്നുണ്ട്. നീ ഇതിലൂടെ 2 പേരെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് ഓഹൻ അവളെ വിമർശിക്കുന്നത്. ഷാവോ അവനുമായിട്ട് തർക്കിക്കുന്നുണ്ട്. പതിയെ അവരുടെ സംസാരം ഹോങ്ങിയെ പറ്റിയാവുന്നു. ഹോങ്ങിക്ക് മാത്രമേ ഡീമൻസിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഷാവോ പറയുന്നത്. പക്ഷേ ഓവൻ്റെ അഭിപ്രായത്തിൽ ഹോങ്ങി ഇല്ലായിരുന്നെങ്കിൽ എന്നെ ഹ്യൂമൻസിനെ മുഴുവനായി നശിപ്പിച്ചിട്ട് ഡീമൻസ് ഈ ലോകം മുഴുവനായി സ്വസ്ഥതയോടെ ജീവിച്ചേനെ. ഹോങ്ങി കാരണമാണ് അത് നടക്കാതെ പോയതെന്നാണ് ഓഹൻ പറയുന്നത്. മാത്രമല്ല ഹോങ്ങി എങ്ങനെയാണ് ഡീമൻ കിങ്ങായി മാറിയത് എന്നുള്ള കാര്യം ഇതുവരെ അവൻ ഷാവോയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ലല്ലോ എന്നും ഓഹൻ ചോദിക്കുന്നുണ്ട്.
എനിക്ക് അതറിയേണ്ട കാര്യമില്ല, വെറുതെ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് നീ വിചാരിക്കേണ്ട. ഞാൻ അവൻ എന്തായാലും തെറ്റിദ്ധരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഷാവു അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഓഹൻ പിന്നെയും അവളോടായിട്ട്, മുമ്പ് നടന്നതൊന്നും നിനക്ക് ഓർമ്മയില്ല എന്ന് കരുതി ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാവുകയില്ല. നിനക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഹോങ്ങിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിച്ചേക്കും, പക്ഷേ ഞാൻ അവനെ നശിപ്പിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട്. ഷാവു കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകുന്നു. അവൾ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ തിങ്ഷെ ഒരു ബോക്സുമായി അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് തുറന്നു കാണിച്ചപ്പോൾ അതിൽ ആ കുട്ടിഭൂതങ്ങൾ 2-3 അവൻ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നീ എന്തിനാണ് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിച്ച് ഷാവു അവനെ വഴക്ക് പറയുന്നു. പെട്ടെന്ന് തന്നെ എന്നെ തിരികെ കൊണ്ടുവയ്ക്കാനും പറയുന്നുണ്ട്. ഷാവോയ്ക്ക് അതിനെ ഇഷ്ടപ്പെടും, അത് വളരെ ക്യൂട്ടാണ് എന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് തിങ്ഷെ അതുമായി വന്നത്. അവളിങ്ങനെ എതിർത്ത് പറഞ്ഞപ്പോൾ അവന് വിഷമമാവുന്നു. അപ്പോഴേക്കും ഷിങ്ഷിയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. തിങ്ഷെ വിഷമിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ ഷാവു അവനെ മയപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്തായാലും നീ ആ ഓഹൻ്റെ അത്ര ദുഷ്ടനൊന്നും അല്ല എന്നാണ് അവൾ പറഞ്ഞത്. ഓഹൻ പിന്നെയും അവളെ ഡിസ്റ്റർബ് ചെയ്തോ എന്ന് ഷിങ്ഷി ചോദിക്കുന്നുണ്ട്. വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഷാവു ഒഴിഞ്ഞു മാറുന്നു. തിങ്ഷെ വീണ്ടും അവളെ ചേച്ചി എന്നുള്ള രീതിയിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വിളിക്കുന്നത്, ഇതൊന്ന് മതിയാക്കാമോ എന്ന് ഷാവു അവനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ മതിയാക്കാൻ പറയുന്നതിൻ്റെ അർത്ഥം ഇനി എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റുമെന്നാണോ എന്ന് തിങ്ഷയെ ചോദിച്ചപ്പോൾ അവൾ ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോഴേക്കും ഓഹനും അങ്ങോട്ടേക്ക് എത്തുന്നു. ഷാവോയുടെ പഴയ സ്പിരിച്വൽ പവർ അവൾക്ക് റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ അവളുടെ കൾട്ടിവേഷൻ ലെവൽ കൂട്ടണമല്ലോ. അതിനുവേണ്ടി അവളെ പഠിപ്പിക്കണമെന്ന് ഇവർക്ക് 3 പേർക്കും ആഗ്രഹമുണ്ട്. ആരാണ് അവളെ ഇത് പഠിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ ഇവർ 3 പേരും തമ്മിൽ തർക്കമാവുന്നുണ്ട്. ഷാവോയ്ക്ക് ഇത് കണ്ട് ആകെ കലിയേറുന്നുണ്ട്. നിങ്ങൾ 3 പേരും കൂടി ഏത് സമയം ഇങ്ങനെ വഴക്കിട്ടുകൊണ്ട് നിൽക്കാതെ ഈ ഡീമൺ വാലിയുടെ ബാരിയർ നശിച്ചത് റീബിൽഡ് ചെയ്യാൻ നോക്കാൻ അവൾ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള മൈനർ ടാസ്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് 3 പേരും പറഞ്ഞപ്പോൾ, നിങ്ങളും കൂടിയല്ലേ അതൊക്കെ നശിപ്പിച്ചത്, അതുകൊണ്ട് പറ്റുമെങ്കിൽ അത് റെഡിയാക്കാൻ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. തിങ്ഷി അവളുടെ പിന്നാലെ ഓടിച്ചെന്ന് അവളെ സോപ്പിടാൻ ശ്രമിക്കുന്നുണ്ട്. ഈ 3 ഡീമൺസും ഇങ്ങനെ ഷാവോയുടെ പിന്നാലെ വിടാതെ കൂടിയിരിക്കുന്നത് ഷാമു ശ്രദ്ധിച്ചിരുന്നു. ഡീമൺ വാലിയുടെ നശിച്ചുപോയ പ്രൊട്ടക്ഷൻ ബാരിയർ റിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്ന ഹോങ്ങയുടെ അടുത്തേക്ക് എന്ന് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈ 3 ഡീമൺസ് ഈ സമയത്ത് പുറത്ത് വന്നത് ഒരു കണക്കിന് നന്നായി. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റി. അവൻ്റെ പവർ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യം വന്നില്ലല്ലോ. പക്ഷേ ഇവർ 3 പേരും പുറത്ത് വന്ന ഉടനെ തന്നെ ഷാവോയുടെ വാക്കുകൾ കേട്ട് ഇങ്ങനെ അവൾ പറയുന്ന അനുസരിച്ച് നിൽക്കുന്നത് ഒട്ടും ശരിയാണെന്ന് തോന്നുന്നില്ല. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഷാവോ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? 100 വർഷങ്ങൾക്ക് മുമ്പ് അവനെ ചതിച്ചതുപോലെ എന്തെങ്കിലും ചതിയായിരിക്കുമോ അന്ന് നടന്നിട്ടുണ്ടാവുക? ഷാവോയെ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിലാണ് ഷാമു സംസാരിച്ചത്. ഇത് ഹോങ്ങിയെ ദേഷ്യം പിടിപ്പിക്കുന്നു. ഷാവോയ്ക്ക് അവരെ തിരിച്ചറിയാൻ പോലും സാധിച്ചിട്ടില്ല. അവൾ ഞാൻ പറഞ്ഞപ്പോഴാണ് അവരാരാണെന്ന് പോലും അറിയുന്നത്. പിന്നെ എങ്ങനെ അവളെ അവിശ്വസിക്കും എന്ന് പറഞ്ഞ് ഹോങ്ങി അവനെ വഴക്ക് പറയുന്നു. അതോടെ ഷാമു അവിടെ നിന്ന് പോകുന്നുണ്ട്. ഷാവോ പ്രൊട്ടക്ഷൻ ബാരിയർ റീബിൽഡ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ 3 ഡീമൺസും അതിന് തയ്യാറാവുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഓരോ ഭാഗത്തായി നിന്ന് ഇങ്ങനെ ബാരിയർ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓഹൻ നിൽക്കുന്ന ഭാഗത്ത് അവൻ്റെ ഫാൻ ബോയ് ആയിട്ട് ബാമ്പു വന്ന് നിന്ന് ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ തിങ്ഷെ നിൽക്കുന്നിടത്തേക്ക് ലവ്ലോയും എത്തുന്നു. ലവ്ലോയ്ക്ക് ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് ആരുമില്ല, അതുകൊണ്ട് ഇങ്ങനെ ബോറടിച്ച് നടക്കുകയാണ്. തിങ്ഷയെ കണ്ടപ്പോൾ ലവ്ലോയ്ക്ക് വലിയ ആരാധന തോന്നിയിരിക്കുകയാണ്. അങ്ങനെ തൻ്റെ കയ്യിലുള്ള കുറച്ച് ഫുഡൊക്കെ ആയിട്ട് ലവ്ലോ തിങ്ഷയുടെ അടുത്തെത്തി അവനുമായിട്ട് കമ്പനി ഓടാൻ ശ്രമിക്കുന്നു. ആദ്യം തിങ്ഷെ അവനെ വലിയ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അവൻ കൊണ്ടുവന്ന സ്നാക്സിൽ നിന്ന് ഒരെണ്ണം വാങ്ങി അവൻ കഴിച്ചു നോക്കുന്നു. അത് ടേസ്റ്റ് ചെയ്തപ്പോൾ തിങ്ഷയ്ക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ടേസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലവ്ലോയുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നത് അവൻ പെട്ടെന്ന് തന്നെ വാങ്ങി കഴിക്കുന്നു. ഷിങ്ഷി നിൽക്കുന്ന ഭാഗത്തേക്ക് ഇതുപോലെ വേറെ കുറേ മൈനർ ഡീമൺസ് നിന്ന് അവൻ ഇങ്ങനെ ചെയ്യുന്നതെല്ലാം ആരാധനയോടെ നോക്കി നിൽക്കുന്നുണ്ട്. വുഹാനും അവരുടെ കൂട്ടത്തിലുണ്ട്. ഇവൻ നല്ല പവർഫുൾ ആണല്ലോ, അതേപോലെ തങ്ങൾക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുമോ എന്ന് വുഹാന്റെ നേതൃത്വത്തിൽ അവർ ഷിങ്ഷിയോട് ചോദിക്കുന്നു. നിങ്ങൾക്ക് 3 ദിവസം ഞാൻ പറയുന്നത് പോലെ ഒരേ നിൽപ്പ് നിൽക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് ഷിങ്ഷി പറയുന്നുണ്ട്. അവർ അതിന് തയ്യാറാവുന്നു. അടുത്ത ദിവസം മുതൽ തന്നെ ഷിങ്ഷി അവർക്കുള്ള ട്രെയിനിങ് തുടങ്ങുന്നുണ്ട്. ഫിസിക്കൽ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഫിസിക്കലി ഉള്ള കുറേ ആക്ടിവിറ്റീസാണ് അവൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അവർ ആവേശത്തോടെ അവൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. ലവ്ലോ ഇതേപോലെ തിങ്ഷയോട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തിങ്ഷി അവനെ കൊണ്ട് ഒരു ചെറിയ കുട്ട എടുപ്പിച്ചിട്ട് അതിൻ്റെ ചുവട്ടിലെ ഭാഗങ്ങൾ മുറിച്ച് മാറ്റി അതൊരു മരത്തിൻ്റെ കൊമ്പിൽ തൂക്കി ഒരു ബാസ്ക്കറ്റ് പോലെ ആക്കുന്നു. എന്നിട്ട് ബോൾ പോലെ ഒരു സാധനം ഉണ്ടാക്കി അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അത് എറിഞ്ഞ് ആ ബാസ്ക്കറ്റിനുള്ളിലേക്ക് ഇടുകയാണെങ്കിൽ അവൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യാമെന്ന് സമ്മതിക്കുന്നുണ്ട്. സ്പിരിച്വൽ പവർ ഉപയോഗിക്കരുതെന്നും പറയുന്നുണ്ട്. തിങ്ഷയുടെ വിചാരം ലവ്ലോയ്ക്ക് അത് സാധിക്കില്ല എന്നായിരുന്നു. ആദ്യ തവണ തന്നെ ലവ്ലോ ബോൾ അതിനുള്ളിലേക്ക് ആക്കുന്നു. തിങ്ഷെ അത്ര പ്രതീക്ഷിച്ചിരുന്നതല്ല, അതുകൊണ്ട് അവനത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഞാൻ നിന്നെ തടയാൻ ശ്രമിക്കും, അതിനിടയിലൂടെ വേണം നീ ബോൾ അതിലെറിഞ്ഞ് വീഴ്ത്താനെന്ന് തിങ്ഷെ പറയുന്നുണ്ട്. പക്ഷേ ലവ്ലോയ്ക്ക് അതും നിസ്സാരമായിരുന്നു. തിങ്ഷെ എങ്ങനെയൊക്കെ തടയാൻ ശ്രമിച്ചിട്ടും അവൻ ഓരോ തവണയും ബോൾ കൃത്യമായി ബാസ്ക്കറ്റിനുള്ളിൽ തന്നെ വീഴിക്കുന്നുണ്ട്. കുറേ തവണ അവൻ ബോൾ ഇട്ടിട്ടും തിങ്ഷെ അത് സമ്മതിച്ചു കൊടുക്കാതെ പിന്നെയും എതിർത്ത് നിൽക്കുകയാണ്.
ബാംബുവിൻ്റെ നേതൃത്വത്തിൽ കുറേ മൈനർ ഡീമൻസ് ഓഹൻ്റെ അടുത്തും കൂടിയിട്ടുണ്ട്. ആദ്യം ഓഹൻ അവരെ കണ്ടപ്പോൾ ഹോങ്ങിയെ തന്നെ ഉപദ്രവിക്കാനായി പറഞ്ഞയച്ചതാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ തങ്ങൾക്ക് അതിനുള്ള ശേഷിയൊന്നുമില്ല, അങ്ങനെ വന്നതല്ല, അവൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെന്നറിയാൻ വന്നതാണ് എന്നൊക്കെ ബാംബു പറഞ്ഞപ്പോൾ ആരും എൻ്റെ അടുത്തേക്ക് വരരുത്, ഒരു 10 അടിയെങ്കിലും ദൂരെ നിന്ന് വേണം എന്നോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഷാവു എന്നെ തെറ്റിദ്ധരിക്കും എന്നൊക്കെ ഓഹൻ പറയുന്നു. അവൻ പറയുന്നത് പോലെ 10 അടി ദൂരത്തിൽ നിന്നോളാമെന്ന് പറഞ്ഞ് അവരെല്ലാം കൂടി അവൻ്റെ പിന്നാലെ തന്നെ കൂടുന്നുണ്ട്. ഷാമു ഇതെല്ലാം വാച്ച് ചെയ്തിട്ട് ഹോങ്ങിയുടെ അടുത്ത് വന്നിട്ട് ഇവിടെയുള്ള മൈനർ ഡീമൻസിനെയെല്ലാം ഈ 3 ഡീമൻസും കൂടി പറഞ്ഞ് തിരിക്കുകയാണ്, അവരെല്ലാം അവരുടെ ഭാഗത്തേക്ക് ആക്കുകയാണ്. ഇനി ആരും ഹോങ്ങയുടെ പുറകെ വരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഹോങ്ങയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ഹോങ്ങി അത് വിശ്വസിക്കാത്തത് കാരണം നേരിട്ട് കാണിച്ച് ബോധ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് ഹോങ്ങി അവരുടെ അടുത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ആദ്യം ഷാമു അവനെ കൂട്ടിക്കൊണ്ട് പോയത് ഷിങ്ഷി നിൽക്കുന്ന ഭാഗത്തേക്കാണ്. അവിടെ ഷിങ്ഷി ബാക്കിയുള്ള ഡീമൻസിൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടി ഓരോന്ന് ചെയ്യുന്നത് കണ്ടപ്പോൾ ഇത് വളരെ നല്ല കാര്യമാണല്ലോ, അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് കൂട്ടുന്നത് അവർക്ക് തന്നെ ഗുണം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഹോങ്ങി അവിടെ നിന്ന് പോകുന്നു. അടുത്തതായി അവർ പോയത് തിങ്ഷയും ലവ്ലോയും നിൽക്കുന്നിടത്തേക്കാണ്. ലവ്ലോ ഓരോ തവണയും ആ ബൗൾ ബാസ്ക്കറ്റിലേക്ക് ഇട്ട് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. തിങ്ഷി അവസാനം മടുക്കുന്നു. അവൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാനും പറയുന്നുണ്ട്. ഈ സമയത്താണ് ഹോങ്ങിയൊക്കെ അവിടെ ചെല്ലുന്നത്. ലവ്ലോയ്ക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദാലി പോയ ശേഷം അവൻ്റെ ഒപ്പം കളിക്കാനും അവനുമായിട്ട് കൂട്ടുകൂടാനും ഒന്നും ആരുമില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും അവൻ വിഷമിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിങ്ഷയ്ക്കൊപ്പം കുറേ സമയം ഇങ്ങനെ കളിച്ചപ്പോൾ നല്ല സന്തോഷം ഫീൽ ചെയ്തു. അതുകൊണ്ട് ഇങ്ങനെ കുറേ സമയം തനിക്കൊപ്പം കളിച്ചാൽ മതിയെന്നാണ് ലവ്ലോ ആവശ്യപ്പെട്ടത്. തിങ്ഷി അത് സമ്മതിക്കുന്നു. ഹോങ്ങിക്ക് ഇത് കേട്ടപ്പോൾ സന്തോഷമാണ് തോന്നുന്നത്. അങ്ങനെ അവൻ അവിടെ നിന്ന് ഒന്നും പറയാതെ തിരികെ പോകുന്നുണ്ട്. പിന്നെ അവർ പോയത് ഓഹൻ്റെ അടുത്തേക്കാണ്. ഓഹനും ബാംബുവിൻ്റെയും ബാക്കിയുള്ള മൈനർ ഡീമൻസിൻ്റെയും അടുത്ത് നിന്ന് അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നേരത്തെ ദൂരെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഓഹൻ തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു. അവരുടെ ഡ്രസ്സിങ്ങിൻ്റെ സ്റ്റൈലിനെ പറ്റിയൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതും ഹോങ്ങെ കാണുന്നുണ്ട്. പക്ഷേ അതും അവന് പ്രത്യേകിച്ച് ആശങ്കയൊന്നും ഉണ്ടാക്കുന്നില്ല. അവൻ അവിടെ നിന്ന് തിരികെ പോകുന്നുണ്ട്. ഷാമു പിന്നെയും അവൻ്റെ മനസ്സിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ ആശങ്കപ്പെടാനായി ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഹോങ്ങെ അവനെ തിരിച്ചയക്കാൻ നോക്കുന്നു. ഈ സമയത്ത് അവൻ ഷാവോയുടെ റൂമിന് മുന്നിലെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷാമുവിനോട് തിരികെ പോകാൻ പറയുന്നു. അപ്പോഴേക്കും ഷാവോ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ ഷാമു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് തിരികെ പോകുന്നുണ്ട്. ഷാവോ കുറച്ച് ഫ്ലവർ പേസ്ട്രീസ് ഉണ്ടാക്കിയിരുന്നു. ഹോങ്ങെ വിചാരിക്കുന്നത് അവളത് തനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ്. പക്ഷേ അവന് വേണ്ടിയിട്ടല്ല. ഓഹനും ഷിൻഷിയും തിങ്ഷയും ഒക്കെ ഈ യുദ്ധത്തിൽ തങ്ങളെ സഹായിക്കുകയും അതേപോലെ തന്നെ ആ ഡീമൻ വാലിയുടെ ബാരിയർ റിപ്പയർ ചെയ്യാൻ സഹായിക്കുകയും ഒക്കെ ചെയ്തല്ലോ, അതിന് പ്രത്യുപകാരമായിട്ട് അവർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയതെന്ന് ഷാവോ പറയുന്നു. അത് കേട്ടപ്പോൾ ഹോങ്ങിക്ക് അസൂയ വരുന്നുണ്ട്. അവനത് തുറന്ന് പറയുകയും ചെയ്യുന്നു. തനിക്ക് അസൂയാണെന്ന് അവൻ തുറന്നു പറയുന്ന കേട്ടപ്പോൾ ഷാവോയ്ക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ഇങ്ങനെ എന്നോട് തുറന്നു പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നല്ല എന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അവളെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി തനിക്കുള്ള കാര്യം ഹോങ്ങെ അവളോട് പറയുന്നുണ്ട്. ഈ 3 ഡീമൺസും കൂടി ഒരുമിച്ച് നിന്ന് നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ചാൽ പോലും എനിക്ക് നിന്നെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് നിന്നെ നഷ്ടപ്പെടുമോ എന്ന് എനിക്ക് ശരിക്കും പേടിയുണ്ട് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് ഷാവോ അവനെ അടുത്തേക്ക് വിളിച്ച് അവൻ്റെ കവിളിലൊന്ന് കിസ് ചെയ്യുന്നു. അവനെ വിട്ട് എങ്ങും പോയില്ല എന്ന് അവൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഡീമൻസിന് ആ പേസ്ട്രീസ് കൊടുക്കാനായി അവനെ കൂടി അവൾ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ കൂടെ ചെല്ലാൻ തയ്യാറാവാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഷാവോ തനിച്ച് അവരെ വിളിക്കാനായി അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവരെ 3 പേരെയും വിളിച്ചുകൊണ്ട് വന്ന് അവിടെ പുറത്തിരുത്തി അവൾ ആ പേസ്ട്രീസ് നൽകുന്നുണ്ട്. ഷാവോ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞപ്പോൾ തിങ്ഷയും ഓഹനും ആവേശത്തോടെ അതിൽ നിന്ന് 2 എണ്ണം വീതം എടുക്കുന്നു. ഷിൻഷി പക്ഷെ കുറച്ച് കൺട്രോൾ കാണിച്ചിരിക്കുകയാണ്. ഓഹൻ ആണെങ്കിൽ ഒരെണ്ണം കഴിക്കുന്നത് പോരാഞ്ഞിട്ട് ഒരെണ്ണം പാക്ക് ചെയ്ത് അവൻ്റെ ഡ്രസ്സിനുള്ളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അവനിങ്ങനെ ചെയ്യുന്നതായിട്ട് ഷിൻഷി അവനെ വിമർശിച്ചപ്പോൾ ഷാവോ ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് ഞാനിത് സൂക്ഷിച്ചു വെക്കുകയാണ് എന്നവൻ പറയുന്നു. ഷാവോയ്ക്ക് ഇത് കേട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇത് ഞാൻ തനിച്ചുണ്ടാക്കിയതല്ല, ഹോങ്ങയും ഞാനും കൂടി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് അവൾ പറയുന്നു. ഹോങ്ങെ ഇവിടെ അകത്തിരിപ്പുണ്ട്, അവനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഷാവോ ഹോങ്ങെ അവിടേക്ക് വിളിക്കുകയും ചെയ്യുന്നു. ഹോങ്ങെ പോവാനായി ഒന്ന് എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും പിന്നെ അവിടെ തന്നെ ഇരുന്നിട്ട് പിന്നെ നീ വിളിക്കുമ്പോൾ ഞാനങ്ങ് വരുമല്ലേ എന്ന് പറഞ്ഞ് ഗമ കാണിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ അവരുടെ അടുത്ത് എത്തുകയും ചെയ്യുന്നു. ഹോങ്ങെ കൂടി വന്നതോടെ ഷാവോ അവിടെ ഇരിപ്പുണ്ടായിരുന്ന ചായ എടുത്ത് കുടിച്ചിട്ട് എല്ലാവരും കൂടി അത് എൻജോയ് ചെയ്യാൻ പറയുന്നു. ഇപ്പോൾ ആ പാത്രത്തിൽ ആകെ ഒരു പേസ്റ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അത് ആര് കഴിക്കും എന്നുള്ള കാര്യത്തിൽ അവിടെ ഒരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. ഷിൻഷി നേരത്തെ അതിൽ നിന്ന് ഒന്നും എടുത്തിട്ടില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഇത് എൻ്റെ ആണെന്ന് പറഞ്ഞ് ഷിൻഷി ആദ്യമേ തന്നെ അത് കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഹോങ്ങെ അത് സമ്മതിക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് നശിപ്പിച്ച് കളയരുത്, ഷാവോ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണെന്ന് പറഞ്ഞ് തിങ്ഷയും ഉടനെ അതിനു വേണ്ടി പിടികൂടാൻ തുടങ്ങുന്നു. ഓഹനും വിട്ടുകൊടുക്കുന്നില്ല, അവനും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ 4 പേരും കൂടി ആ ഒരു പേസ്റ്റിക്ക് വേണ്ടി ഇത്രയും ശക്തിയൊക്കെ പ്രയോഗിക്കുന്നതെന്ന് കാണാനുണ്ട്. ഷാവോയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് തല ഇറക്കാൻ വരുന്നുണ്ട്. അവൾ സഹയായിട്ട് മുന്നോട്ട് വന്നിട്ട് 4 പേരോട് മതിയാക്കാൻ പറയുന്നു. എല്ലാവരും കൂടി പിന്മാറിയതോടെ ആ പേസ്റ്റ് താഴേക്ക് വീണ് തകർന്ന് തരിപ്പണമാവുന്നു. ഷിൻഷിക്ക് ഇത് സഹിക്കുന്നില്ല. അവനാണല്ലോ ഇതുവരെ പേസ്റ്റൊക്കെ ഇട്ടാതെ പോയത്.
അതുകൊണ്ട് അവൻ എഴുന്നേറ്റ് നിന്ന് ഷാവോയെ കുറ്റപ്പെടുത്തുന്നത് പോലെ സംസാരിക്കുന്നു. 10,000 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ ഫോഴ്സ് ചെയ്തിട്ടില്ല, ഇപ്പോഴും അതേപോലെ തന്നെയാണ്. നീ എന്താണ് അന്ന് നടന്നതെല്ലാം മറന്നു പോയിട്ടും അതൊന്നും ഓർക്കണമെന്ന് ആഗ്രഹിക്കാത്തത്? നിനക്ക് അന്ന് നടന്നതൊന്നും അറിയാൻ താല്പര്യമില്ലേ എന്നൊക്കെ അവൻ കുറച്ച് വിഷമത്തോടെ ചോദിക്കുന്നു. 10,000 വർഷങ്ങൾ കഴിഞ്ഞു പോയില്ലേ, അന്ന് നടന്നതൊന്നും എനിക്കറിയില്ല, അറിയണമെന്ന് ആഗ്രഹവുമില്ല. ഈ ലോകത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു, അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ മാറാതിരിക്കും എന്ന് ഷാവോ അപ്പോൾ ചോദിക്കുന്നുണ്ട്. ഇത് ഓഹൻ ഇഷ്ടപ്പെടുന്നില്ല. 10,000 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല, അത് നീ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുന്നു. എൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ലെങ്കിൽ എൻ്റെ ചോയ്സിനും മാറ്റം വരില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഷാവോ ഹോങ്ങിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹോങ്ങി എഴുന്നേറ്റിട്ട് ഇന്ന് ഞങ്ങളുടെ വിവാഹ രാത്രി ആഘോഷിക്കുന്ന ദിവസമാണ് എന്ന് അവരോട് പറയുന്നുണ്ട്. ഇവരുടെ വിവാഹം കഴിഞ്ഞതിനെ പറ്റി ഡീമൻസ് തന്നെ അറിയില്ലായിരുന്നു. നിങ്ങളെപ്പോഴാണ് വിവാഹം കഴിച്ചതെന്ന് 3 പേരും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിച്ചുവെന്ന് ഷാവോ പറഞ്ഞപ്പോൾ ഈ 10,000 വർഷങ്ങൾ നിനക്ക് കാത്തിരിക്കാമായിരുന്നെങ്കിൽ ഒരു 100 വർഷങ്ങൾ കൂടി നിനക്ക് കാത്തിരിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഓഹൻ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഷാവോ അതൊന്നും കാര്യമാക്കുന്നില്ല. നിങ്ങളിപ്പോൾ കഴിച്ചത് ഞങ്ങളുടെ വെഡ്ഡിംഗ് പേസ്ട്രീസ് ആണ്, അതുകൊണ്ട് ഞങ്ങളുടെ വിവാഹത്തിന് ഞങ്ങളെല്ലാവരും പങ്കെടുത്തിരിക്കുകയാണ്, ഇനി എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു പോകാൻ അവൾ പറയുന്നുണ്ട്. വെഡ്ഡിംഗ് പേസ്ട്രീസ് ആണ് കഴിച്ചതെന്ന് അറിഞ്ഞതോടെ 3 പേരും വായിൽ കൈയിട്ട് തോക്കാനിച്ച് കളയാനായി ശ്രമിക്കുന്നുണ്ട്. അന്ന് രാത്രി അവരുടെ വെഡ്ഡിംഗ് നൈറ്റ് ആഘോഷമായി തന്നെ നടത്താനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. ഷാവോയും ഹോങ്ങിയും വിവാഹദേശത്തിൽ തയ്യാറെടുത്തെത്തുന്നു. മൈനർ ഡീമൻസ് എല്ലാം ഈ നല്ല കാര്യം നടക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ്. ഹോങ്ങിയെ ഷാവോയെ കയ്യിൽ എടുത്തുകൊണ്ടാണ് ആ മുറിയിലേക്ക് പോയത്. അവിടെ എത്തി അവളെ ബെഡിലിരുത്തി വെഡ്ഡിംഗ് നൈറ്റ് ആഘോഷിക്കാനായി തുടങ്ങുന്ന സമയത്ത് ആ ബെഡിൽ കുള്ളൻ മിററിൻ്റെ ഒരു പീസ് അവർക്ക് കാണാൻ പറ്റുന്നു. ഇതെങ്ങനെ അവിടെ എത്തിയെന്ന് ഷാവോ അത്ഭുതപ്പെടുന്നു. 100 വർഷങ്ങളായിട്ട് അവളെക്കുറിച്ച് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഫീലിങ്സ് ആണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയത് എന്ന് ഹോങ്ങി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ലവ് ആൻഡ് സെപ്പറേഷൻ എന്ന ഒരു പീസാണത്. അത് മാറ്റി വെച്ചിട്ട് അവർ വിവാഹരാത്രി ആഘോഷിക്കുന്നുണ്ട്. അവരുടെ റൂമിന് പുറത്തായിട്ട് ലവ്ലോയും ബാമ്പുവും ഒക്കെ അടങ്ങുന്ന മൈനർ ഡീമൻസ് അകത്ത് നടക്കുന്നതിനെക്കുറിച്ച് അറിയാനായി ചെവിയോർത്ത് നിൽക്കുന്നുണ്ട്. ഷാമു അവരെല്ലാം വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് ഓടിക്കുന്നു. എന്നിട്ട് അവൻ അവിടെ പോയിരുന്ന് ചെവി ഓർക്കുന്നുണ്ട്. ഇവരുടെ വെഡ്ഡിംഗ് നൈറ്റ് അവിടെ നടക്കുകയാണല്ലോ എന്നുള്ള ചിന്ത കാരണം ഷിൻഷിക്ക് ആകെ ഭ്രാന്ത് കയറിയ മട്ടാണ്. ഇതിന്ന് നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന തിങ്ഷെ അവനെ എതിർക്കുന്നു. ഇത് കണ്ടുകൊണ്ട് ഓഹനും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഷാവോയ്ക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അല്ലെങ്കിൽ അവളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ താൻ കൂട്ടു നിൽക്കില്ല എന്ന് തിങ്ഷെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അവളുടെ സന്തോഷമാണ് അവന് വലുത്. അവൾ സന്തോഷിക്കണമെന്ന് തന്നെയാണ് ബാക്കി 2 പേർക്കും ആഗ്രഹം. പക്ഷേ ഹോങ്ങിയെപ്പോലെ ഒരു ചതിയൻ്റെ ഒപ്പം ചേർന്ന് അവളിങ്ങനെ ചെയ്യുന്നത് തങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് അവർ പറയുന്നു. 10,000 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് സംഭവിച്ചതെന്നും ഹോങ്ങി അവളോട് കാണിച്ച ചതി എന്താണെന്നും അവൾ അറിയാമെങ്കിൽ അവൾ ഒരിക്കലും ഈ വിവാഹത്തിന് തയ്യാറാവുകയില്ലായിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ തങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഷാവോ അത് വിശ്വസിക്കാൻ പോകുന്നില്ലല്ലോ എന്ന് തിങ്ഷെ വിഷമത്തോടെ പറയുന്നുണ്ട്. അതിന് ഒരു സൊല്യൂഷൻ ഷിൻഷി തന്നെ പറയുന്നു. ഒരു ടൈം ആരെ ഉണ്ടാക്കി ഷാവോയെ 10,000 വർഷങ്ങൾക്ക് മുമ്പ് അയക്കുക. അവിടെ പോയി അവൾ നേരിട്ട് അന്ന് നടന്നതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് വരുമ്പോൾ തങ്ങളെ വിശ്വസിക്കാൻ തയ്യാറാവുമല്ലോ. ഓഹനും അത് സമ്മതിക്കുന്നു. തിങ്ഷയ്ക്കും ഇത് നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും കൂടി ഒരു ഡീൽ ഉണ്ടാക്കുന്നുണ്ട്. ഷാവോയും ഹോങ്ങിയും ഇതൊന്നും അറിയാതെ അടുത്ത ദിവസം രാവിലെ അവിടെയുള്ള മൗണ്ടനിൽ പോയി കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ കളക്ട് ചെയ്ത് അതൊക്കെ ഉപയോഗിച്ചിട്ട് ആ നൂഡിൽസ് ഉണ്ടാക്കുന്നു. ഹോങ്ങിയാണ് അതുണ്ടാക്കി ഷാവോയ്ക്ക് നൽകിയത്. അത് ടേസ്റ്റ് ചെയ്ത ശേഷം ഞാൻ കഴിക്കുന്ന ഏറ്റവും നല്ല നൂഡിൽസിൽ 3ാമത്തെ പ്ലേറ്റ് നൂഡിൽസാണിത് എന്ന് ഷാവോ പറയുന്നു. അപ്പോൾ അവൾ ഇതിന് മുമ്പ് കഴിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2ാമത്തെ നൂഡിൽസ് ഏതാണെന്ന് ഹോങ്ങിയെ ചോദിക്കുന്നു. അത് മുമ്പ് അവളുടെ ബർത്ത്ഡേ ദിവസം അവൻ ഉണ്ടാക്കി കൊടുത്തതാണെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 1ാമത്തെ നൂഡിൽസ് ഏതാണെന്ന് അവൻ ചോദിച്ചപ്പോൾ അത് ഇനി അടുത്ത ദിവസം അവൻ ഉണ്ടാക്കി തരാൻ പോകുന്നതാണ് എന്ന് ഷാവോ പറയുന്നുണ്ട്. തന്നെ കൊണ്ട് വീണ്ടും വീണ്ടും നൂഡിൽസ് ഉണ്ടാക്കിപ്പിക്കുകയാണ് അവളുടെ ലക്ഷ്യം എന്നറിഞ്ഞപ്പോൾ ഹോങ്ങിയെ ചിരിച്ചുകൊണ്ട് നിനക്ക് ഈ ബുദ്ധിയൊക്കെ ആരാണ് ഉപദേശിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഷാമു വെപ്രാളത്തോടെ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് ആ 3 ഡീമൻസും കൂടി ഷാവുമായിട്ട് എന്തോ കണക്ക് തീർക്കുന്നതിന് വേണ്ടി എന്തൊക്കെയോ മാജിക് സ്പെൽ ഉപയോഗിക്കുകയാണ് എന്ന് പറയുന്നത്. അങ്ങനെ അതെന്താണ് എന്നറിയാനായിട്ട് ഇവർ 2 പേരും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവർ ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ അവർ ടൈം റിവേഴ്സ് ആരെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് ഷാവു ചോദിക്കുന്നു. തങ്ങളുടെ 3 പേരുടെയും കൂടെ ശക്തി ഉപയോഗിച്ച് ടൈം റിവേഴ്സ് ആരെ ഉണ്ടാക്കി അവളെ 10,000 വർഷങ്ങൾക്ക് മുമ്പ് അയക്കാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത്. അന്ന് നടന്നത് എന്താണെന്നറിയാതെ അവൾ ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നത് ശരിയല്ല എന്നിവർ പറയുന്നു. 10,000 വർഷങ്ങൾക്ക് മുമ്പേ പോയാലും 1000 തവണ ചൂസ് ചെയ്യേണ്ടി വന്നാൽ പോലും തൻ്റെ ചോയ്സ് ഹോങ്ങി തന്നെ ആയിരിക്കുമെന്ന് ഷാവോ ഇപ്പോൾ പറയുന്നുണ്ട്. അവൾക്ക് സത്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവൾ അവനെ വിവാഹം കഴിക്കാൻ തയ്യാറാവില്ല എന്ന് ഇവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവർ ഈ പറയുന്നത് പോലെ ഷാവോയെ അങ്ങനെ അയക്കാൻ പറ്റില്ല. മുമ്പ് ടൈം റിവേഴ്സ് അറിവിൽ തന്നെ അവളെ അയച്ചത് വളരെ റിസ്ക്കുള്ള കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് അവൾ തിരികെ വന്നത്. ഇനി ഒരിക്കൽ കൂടി ആ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് ഹോങ്ങിയെ പറയുന്നുണ്ട്. അവനെ കൊല്ലുക എന്നുള്ളത് തങ്ങളെ 3 പേരെയും സംബന്ധിച്ച് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ കൊല്ലുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. 10,000 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് നടന്നതെന്ന് ഷാവോ അറിഞ്ഞിട്ട് വേണം തങ്ങൾക്ക് പ്രതികാരം വീട്ടാൻ. എങ്കിൽ മാത്രമേ അവൾ തങ്ങളെ വെറുക്കാതിരിക്കുകയുള്ളൂ എന്ന് ഓഹനും ശിൻഷിയും എല്ലാം ഒരേപോലെ പറയുന്നുണ്ട്.
ഹോങ്ങയ്ക്ക് വിശ്വാസം വരാനായി തെങ്ഷെ തൻ്റെ കയ്യിലൊരു മുറിവുണ്ടാക്കിയിട്ട് ബ്ലഡ് ഒത്തെടുക്കുന്നുണ്ട്. ഷാവോയെ ഉപദ്രവിക്കാൻ തങ്ങൾക്ക് യാതൊരു ഉദ്ദേശവുമില്ല. അവൾക്ക് ദോഷം വരുന്ന രീതിയിൽ തങ്ങൾ ഒന്നും ചെയ്യുകയില്ല. 10,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ പോയി എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ട് വരാൻ അവൻ ഷാവോയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അവർ ഇത്രത്തോളം ആത്മാർത്ഥതയൊക്കെ കാണിക്കുന്നത് കണ്ടപ്പോൾ ഷാവോയ്ക്ക് അവർ പറയുന്നത് പോലെ ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. അവർ പറയുന്നത് പോലെ പോകാൻ താൻ തയ്യാറാണ്, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന് അവൾ പറയുന്നു. അതായത് താൻ ഈ പോകുന്ന സമയത്ത് ഹോങ്ങയെ അവർ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ മനുഷ്യരുടെ ആക്രമണം ഡീമൻ വാലിക്ക് നേരെ ഉണ്ടാവുകയാണെങ്കിൽ ഡീമൻ വാലിയെ ഇവർ 3 പേരും കൂടി ചേർന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം. അവൾ ആവശ്യപ്പെട്ട കാര്യം അവർ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം ഷാവോ ഹോങ്ങയോട് പെർമിഷൻ ചോദിച്ചിട്ട് 10,000 വർഷങ്ങൾക്ക് മുമ്പത്തേക്ക് പോകാൻ തയ്യാറാവുന്നു. പോയില്ലെങ്കിൽ ഇവരുടെ ഉള്ളിലെ വൈരാഗ്യം അവസാനിപ്പിക്കാൻ പറ്റില്ല. എന്താണ് ശരിക്കും അന്ന് സംഭവിച്ചതെന്ന് അറിയുന്നത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ പെർമിഷൻ ചോദിക്കുന്നത്. അങ്ങനെ ഹോങ്ങയെ സമ്മതിക്കുന്നു. തിരികെ വന്ന ശേഷം അവനുണ്ടാക്കുന്ന നൂഡിൽസ് കഴിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാവോ ആരയ്ക്കുള്ളിലേക്ക് കയറാൻ തുടങ്ങുന്നത്. പോകുന്നതിന് മുമ്പ് 10,000 വർഷങ്ങൾക്ക് മുമ്പ് നീ എന്താണ് കാണുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ അവിടെ എന്ത് സംഭവിച്ചാലും നീ എന്ത് കണ്ടറിഞ്ഞാലും എനിക്ക് നിന്നോട് ഇപ്പോഴുള്ള സ്നേഹത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല എന്ന് ഹോങ്ങെ അവളോട് പറയുന്നുണ്ട്. അത് സമ്മതിച്ചുകൊണ്ട് ഷാവോ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ആ ടൈം ആരയ്ക്കുള്ളിൽ കയറിയെന്ന് 10,000 വർഷങ്ങൾ മുമ്പത്തേക്ക് പോവുകയാണ്.